ഹലോ! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇജാസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോവാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവർ നാട്ടിലുള്ളതുകൊണ്ട് ഇവർക്ക് വരാൻ പറ്റി. മിക്കവാറും കല്യാണങ്ങൾക്കൊന്നും ഇവർക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഇവർ അവിടെ ആയതുകൊണ്ട് നമ്മൾ കല്യാണം സമയത്തൊന്നും ഇവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആയാലും അവളുടെ ഫ്രണ്ടിൻ്റെ ആയാലും ഒക്കെ കല്യാണം ഞങ്ങൾ മിസ് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ മിക്കവാറും അങ്ങനെ എൻ്റെ ഫ്രണ്ട് അവളുടെ ഫ്രണ്ടെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എവിടെയായാലും പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവൻ്റെ കല്യാണത്തിന് അവൾക്ക് വരാൻ പറ്റി. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി കേട്ടോ അവളെ കണ്ടപ്പോഴത്തേക്ക്. അപ്പം വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അവനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവൾക്കും നല്ല സന്തോഷമായി കേട്ടോ. ഒത്തിരി നാൾ കൂടിയിരുന്നൊരു കല്യാണം കൊണ്ടതല്ലേ. അപ്പോൾ ഇതാണ് ചെറുക്കൻ, അത് പെണ്ണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കേട്ടോ, പെണ്ണിൻ്റെ മുഖമൊക്കെ കാണിക്കാമോന്ന് ചോദിച്ചു. യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇട്ടോന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അകത്ത് കയറി ജസ്റ്റ് അവനെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കഥ തുറക്കുമ്പോൾ ഇടിച്ച് കയറി അകത്ത് കയറി ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ പരിപാടി. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ കഥ തുറക്കുന്ന സമയപ്പോഴത്തേക്ക് എവിടെ നിൽക്കുകയോ ഇങ്ങനെ ഇരച്ച് കയറി ആളുകൾ ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് സീറ്റൊക്കെ എന്തായാലും എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ സീറ്റ് വേണം, അതായിരുന്നു പാട്. അപ്പോൾ ഭാവിക്കൊക്കെ പ്രത്യേകം ഇരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അവൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു സീറ്റും കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഇരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അപ്പോൾ അവർക്കൊന്നും എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നതേ ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വണ്ണം വെച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അന്തിച്ചൊക്കെ നിന്നിട്ടാണ് "അയ്യോ നീയാണോ ഇതെന്നൊക്കെ ചോദിക്കുന്നത്." എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാറ്റമാണ് എനിക്ക് വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. അപ്പം നമ്മൾ ആദ്യം കൊണ്ടുവച്ച ഫുഡുകളൊക്കെ കുറച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് റൈസ് മാത്രം കഴിച്ചു കേട്ടോ. പിള്ളേരും അതുപോലെ ബീഫൊന്നും കഴിക്കില്ല, അവർ ചോറ് മാത്രം കഴിച്ചു. വൈഷു ആയാലും വാവയായാലും കുറച്ച് റൈസ് മാത്രം കഴിച്ചു കേട്ടോ. ബാക്കി പീസുകളൊക്കെ ഞാൻ ഇവർക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ രണ്ടാമത് വാങ്ങി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വന്ന് കുറേ നേരം അവിടെയൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വല്ലപ്പോഴും അല്ലേ വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരമാവധി ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടന് വേറൊരു കല്യാണമുണ്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ കൂട്ടി വിട്ടതുകൊണ്ട് സമാധാനമുണ്ട്. ഇനി പതുക്കെയൊക്കെ പോയാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്ന് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം മാലുമേലാണ് പയ്യൻ്റെ വീട്. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്താണ്, എടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ കുറച്ച് നേരം നിന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യനെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഇടാനല്ലേ, നമുക്ക് വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന്. അങ്ങനെ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. വേറെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5, 6 വർഷത്തിൽ കൂടുതലായി മിക്ക ആളുകളെയും കണ്ടിട്ട്. അല്ലെങ്കിൽ കുറേ 10 വർഷമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ 5ലും 6ലും ഒക്കെ പഠിച്ചതാണ് കേട്ടോ ഇവർ. അങ്ങനെ അവരെയൊക്കെ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ദേവുവിനും അറിയാം. എന്ന് വെച്ചാൽ മിക്കവാറും ഞങ്ങൾ സെയിം സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര അടുപ്പമാണ് കേട്ടോ. എന്നെക്കാട്ടി അടുപ്പം ചിലപ്പോൾ അവളുമായിട്ടായിരിക്കും. അവൾ കുറച്ചുകൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ മാലുമേലെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ഒരു വയലാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ദേ ഒരു കാറ് പോയി. കാറിൻ്റെ ഫ്രണ്ടിൽ എന്തോ വീണതാണ് കേട്ടോ. ചക്കയോ തേങ്ങയോ വല്ലതും ആയിരിക്കും. അതിങ്ങനെ പൊട്ടിയിരിക്കുന്നു റൗണ്ടിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ കളിയാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ വേറെ എവിടെയോ പോകണമായിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ ബൈ.